ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादात् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेशा गोपिका कान्द राधा कान्द नमोस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ ശ്രീമദ് ഭാഗവതം 6-ാമത്തെ സ്കന്ധത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയാണ്, ചരിത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അജാമിളൻ്റെ കഥ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കഥയിൽ നിന്ന്, ഈ ഒരു ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മൾ ഏകദേശം ശ്ലോകം നമ്പർ 22 വരെയായി. 6-ാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം ശ്ലോകം നമ്പർ 22 വരെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, അജാമിളനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ചരിത്രത്തെ വിവരിക്കുന്ന ഒരു സെക്ഷനാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ലെസൺസ് ഉണ്ട്. അതെല്ലാം ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ കഥ പല പ്രാവശ്യമായിട്ട് പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും ഒരുപാട് കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ആചാര്യന്മാർക്ക് എന്താണ് പറയാനുള്ളത്, അതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, 23-ാമത്തെ ശ്ലോകം നമ്മൾ ഇന്നോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ 6:1:23. ഏവം നിവസതസ്തസ്യ ലാലയാനസ്യ തത്സുതാൻ കാലോ ത്യാഗാൻ മഹാൻ രാജൻ അഷ്ടാശീത്യായുഷ് സമഹ. ശ്ലോകം 23 ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം നിവസതസ്തസ്യ ലാളയാനസ്യ തത്സുതാൻ കാലോ ത്യാഗാത് മഹാൻ രാജൻ അഷ്ടാശീത്യായുഷ സമ. ഹരേ കൃഷ്ണ.
ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കൂ. ഹരേ കൃഷ്ണ. ഏവം നിവസതസ്യ ലാളയാനസ്യ തസ്തുതാൻ കാലോത്യഗാൻ മഹാൻ രാജൻ നഷ്ടാചീത്യായുഷഃ സമാഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏവം നിവസതസ്യ ലാളയാനസ്യ തത്സുതാൻ കാലേത്യഗാത്മഹാൻ രാജന്നഷ്ടാശീത്യായുഷഃ സമാഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏവം നിബസതസ്തസ്യ ലാളയാനസ്യ തത്സുതാൻ കാലോത്യഗാൻ മഹാൻ രാജൻ നഷ്ടാശീത്യായുഷഃ സമാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഏവം നിവസതസ്തസ്യ ലാലയാനസ്യ തത്സുതാൻ കാലോത്യകാൻ മഹാൻ രാജൻ നഷ്ടാശീത്യായുഷഃ സമാഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഏവം നിവസതസ്തസ്യ ലാളയാനസ്യ തത്സുതാൻ കാലോത്യഗാൻ മഹാൻ രാജൻ നഷ്ടാശീത്യായുഷഃ സമാഹ. ഹരേ കൃഷ്ണ. രോഷി മാതാജി വിവർത്തനം വായിച്ചോളൂ. Hare Krishna. Vivartanam by His Divine Grace Abhay Charanaravindam Bhakti Vedanta Swami Srila Prabhupada ki Jai. എന്റെ പ്രിയപ്പെട്ട രാജാവേ, അനേകം പുത്രന്മാരടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് ഈ വിധത്തിലുള്ള അറപ്പുളവാക്കുന്ന കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അവന്റെ ആയുസ്സിന്റെ 88 വർഷങ്ങൾ കടന്നുപോയി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു കഥ, ഈ ഒരു ചരിത്രം ആരംഭിച്ചു, ഈ ഒരു സ്റ്റോറി ആരംഭിച്ചിരുന്നു. അജാമിളൻ അങ്ങനെ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കാട്ടിൽ കാണുന്നു. അദ്ദേഹം അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാൻ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമിക്കുന്നു. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രമം വിജയമായിരുന്നു. പക്ഷേ അവസാനം അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളുടെ കീഴിൽ അദ്ദേഹത്തിന് കീഴ്പ്പെടേണ്ടി വരുന്നു. അവസാനം അദ്ദേഹം കീഴ്പ്പെട്ടു. അങ്ങനെ അവസാനം എന്ത് സംഭവിക്കുന്നു? ആ സ്ത്രീ, അപേക്ഷ സ്ത്രീ വിവാഹം കഴിക്കുന്നു. അതുമാത്രമല്ല, വിവാഹം കഴിക്കുന്നു, ഒരുപാട് കുട്ടികൾ ആ സ്ത്രീയിൽ നിന്ന് ഉണ്ടാവുന്നു. എല്ലാ ബ്രാഹ്മണൻ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാവിധ അനുഷ്ഠാനങ്ങളും എല്ലാം അദ്ദേഹം നിർത്തി ആ സ്ത്രീയും മക്കളെയും പോറ്റാൻ വേണ്ടി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ വരെ ചെയ്ത്, കാര്യം ജീവിക്കാൻ അതിനു വേണ്ടി പൈസയ്ക്ക് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങളും വേണ്ടിയിട്ടും അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് പലവരെയും ചതിക്കുന്നു, പലവരെയും വധിക്കുന്നു, കൊലപാതകം ചെയ്യുന്നു, പറ്റിക്കുന്നു, ഗാംബ്ലിങ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ച ശ്ലോകത്തിൽ പറഞ്ഞു, ഇതേപോലെ അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ, ശ്ലോകത്തിൽ പറയുന്നു 88 വർഷങ്ങൾ അദ്ദേഹം ഇതേപോലെ തുടർന്നു. അതായത് 88 വർഷം അദ്ദേഹത്തിന് പ്രായമായി. 88 വർഷം വരെ അദ്ദേഹം ഇതേപോലെ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്, കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരുന്നു. അത്രയും പ്രായമായി ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു 24, തസ്യ പ്രവായസ പുത്ര ദശതേഷാം തു യോവമഃ ബാലോ നാരായണോ നാംന പിതൃശ്ച ദയിതോ വൃഷം. യെസ്, വായിച്ചു. ഹരേ കൃഷ്ണ. തസ്യ പ്രവയസ പുത്ര ദശതേഷാം തു യോവമഃ ബാലോ നാരായണോ നാംന പിതൃശ്ച ദയിതോ വൃഷം. ഹരേ കൃഷ്ണ. യെസ്. ദശതേഷാം തു യോവമഃ ബാലോ നാരായണോ നാംന പിതൃശ്ച ദയിതോ വൃഷം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. തസ്യ പ്രഭയസ പുത്ര ദശ തേഷാം തു യോവമഃ ബാലോ നാരായണോ നാംന പിത്രോച്ഛദേതോ വൃഷം. കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്യ പ്രവയസ പുത്ര ദശ തേഷാം തു യോമഃ ബാലോ നാരായണോ നാംന പിത്രോശ്ച ദയിതോ വൃഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്യ പ്രവയസ പുത്ര ദസ്തേഷാം തു യോ അവമഃ ബാലോ നാരായണോ നാംന പിത്രോശ്ചാദയിതോ വൃഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്യ പ്രവയസ്സ പുത്ര ദശ തേഷാം തു യോവമ ബാലോ നാരായണോ നാംന പിത്രോശ്ചാദയിതോ വൃഷം. ഹരേ കൃഷ്ണ. പ്രഭുമാതാജി വിവർത്തനം ഭാവാർത്ഥമാക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. വൃദ്ധനായ അജാമിളന്റെ 10 പുത്രന്മാരിൽ ഇളയവനായ നാരായണൻ ഒരു ബാലകനായിരുന്നു. നാരായണൻ ഏറ്റവും ഇളയ പുത്രനായതിനാൽ സ്വാഭാവികമായും അവന്റെ മാതാപിതാക്കൾക്ക് വളരെ പ്രിയങ്കരനായിരുന്നു. ഭാവാർത്ഥം. പ്രവയസ എന്ന വാക്ക് അജാമിളന്റെ പാപപങ്കിലമായ ജീവിതത്തെ ധ്വനിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ 88 വയസ്സായിട്ടും അവന് തീരെ ചെറിയ ഒരു പുത്രനുണ്ടായിരുന്നു. വൈദിക സംസ്കാരം അനുസരിച്ച് ഒരുവൻ 50 വയസ്സ് തികയുമ്പോൾ കുടുംബം ഉപേക്ഷിക്കണം. 50 വയസ്സ് കഴിഞ്ഞാൽ കുടുംബത്തിൽ ജീവിക്കുകയും സന്താനോൽപാദനം തുടരുകയും ചെയ്യരുത്. ലൈംഗിക ജീവിതം 25-ാം വയസ്സ് മുതൽ 45, ഏറിയാൽ 50 വയസ്സ് വരെയുള്ള 20-25 വർഷക്കാലത്തേക്കാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ഒരുവൻ ലൈംഗിക ജീവിതശീലവും കുടുംബവും ഉപേക്ഷിച്ച് വാനപ്രസ്ഥനാവുകയും തുടർന്ന് സന്യാസം സ്വീകരിക്കുകയും ചെയ്യണം. എങ്ങനെ തന്നെയായാലും ഒരു അഭിസാരികയോടൊത്തുള്ള ജീവിതം നിമിത്തം അജാമിളൻ ഗൃഹസ്ഥം എന്ന് വിളിക്കപ്പെടുന്ന ജീവിതത്തിൽ പോലും എല്ലാ ബ്രാഹ്മണീയ സംസ്കാരവും നഷ്ടപ്പെട്ട് അങ്ങേയറ്റം പാപിയായി തീർന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. അജാമിളന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇളയ മകൻ വളരെ ചെറിയ കുട്ടിയാണ്, അധികം പ്രായമായിട്ടില്ല. ആ കുട്ടിയുടെ പേര് എന്തായിരുന്നു? നാരായണൻ എന്നായിരുന്നു. നാരായണൻ എന്നുള്ളൊരു പേര് കൊടുത്തിരുന്നു മകന്. ഏറ്റവും ചെറിയ കുട്ടിയാണ്. അപ്പോൾ ചെറിയ കുട്ടിയാവുമ്പോൾ വീട്ടിൽ നമുക്ക് സാധാരണ കാണുന്നത് പോലെ നാച്ചുറലായിട്ട് എന്തായിരിക്കും, ആ ഇളയ കുഞ്ഞിനോട് സ്നേഹം കൂടുതലായിരിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ, അല്ലേ? അപ്പോൾ അതേപോലെ അജാമിളന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ നാരായണനെ, ഏറ്റവും ചെറിയ ആ പുത്രൻ നാരായണൻ എന്ന പേരുള്ള കുട്ടിയെ. ഭാവാർത്ഥൻ ശിലോപ്രഭാജി പറയുന്നു, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഇവിടെ പറയുന്നു, തസ്യ പ്രവയശ പുത്ര. അതായത് അജാമിളന് ഈ കുട്ടി ഉണ്ടാവുന്നത്, നാരായണൻ ഉണ്ടാവുന്നത് ഒരുപാട് പ്രായമായതിന് ശേഷമാണ്. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു 88 വർഷം എന്നുള്ളത്, അല്ലേ? 88 വർഷം, 88. അപ്പോൾ അത്രയും പ്രായമായ സമയത്ത് ഈ നാരായണൻ്റെ പ്രായം, അതായത് അജാമിള പ്രായമായി, എന്നാൽ നാരായണൻ ഏറ്റവും ഇളയ പുത്രനാണ്. അപ്പോൾ നാരായണൻ അധികം പ്രായമായിട്ടില്ല. അതായത് വയസ്സുകാലത്താണ് ഈ നാരായണൻ എന്നു പേരുള്ള കുട്ടി ഉണ്ടാവുന്നത് അജാമിളന്. അതാണ് ഇവിടെ എടുത്തു പറയുന്നത് ഈ ഒരു ശ്ലോകത്തിൽ പ്രവശ്യാഹ എന്നും ശിലപ്രഭാത ഇവിടെ എടുത്തു പറഞ്ഞു. നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, എന്താണ് പറയുന്നത്? 88 വയസ്സ് ആയ സമയത്ത് ചെറിയ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അദ്ദേഹം അത്ര പ്രായമായിട്ട് പോലും ഇതുപോലെ ലൈംഗിക ആ ഒരു പ്രവണത അദ്ദേഹത്തിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പ്രായമായിട്ടും അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അതാണ് ഇവിടെ ശിലോപ്രഭാജി പറയുന്നത്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ബ്രാഹ്മണിക്കൽ കൾച്ചർ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഈ വേശ്യാ സ്ത്രീയുടെ കൂടെ കൂടിയതിനു ശേഷം എല്ലാവിധ ബ്രാഹ്മണനുണ്ടാവുന്ന ക്വാളിറ്റീസും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. വർണ്ണാശ്രമധർമ്മപ്രകാരം നമുക്കറിയാം, ആദ്യത്തെ 25 വർഷം ബ്രഹ്മചാരിയാവണം. അതിനുശേഷം 25 മുതൽ 50 വയസ്സ് വരെ ഗൃഹസ്ഥാശ്രമം, അതിനുശേഷം വാനപ്രസ്ഥം, പിന്നീട് സന്യാസം. അങ്ങനെയാണ്, അല്ലേ? ഇപ്പം 88 വയസ്സ് എന്നൊക്കെ പറയുന്നത് സന്യാസത്തിൻ്റെ പ്രായമാണ്.
സന്യാസത്തിൻ്റെ പ്രായമാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രവണത നഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഈ ലൈംഗിക കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നഷ്ടപ്പെട്ടില്ലായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എല്ലാവിധ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസും അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സംഘം ശരിയല്ലെങ്കിൽ, നമ്മൾ കൂടുന്ന ആൾക്കാർ ശരിയല്ലെങ്കിൽ നമ്മുടെ ഉള്ള എല്ലാവിധ നല്ല ക്വാളിറ്റീസും നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് പറയുന്നത് സത്സംഗം എപ്പോഴും വേണം എന്നുള്ളതും, ഭക്തരുടെ കൂട്ടായ്മയിലാണ് എപ്പോഴും ഇരിക്കേണ്ടത് എന്നുള്ളതും, അഭക്തരുടെ കൂടെ ഇരിക്കരുത് എന്നുള്ളതും. ഭക്തിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളിലുള്ള നല്ല ക്വാളിറ്റീസ് നഷ്ടപ്പെടും. ഇത് വളരെ വളരെ മാഗ്നറ്റ് പോലെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നേച്ചർ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല കാര്യങ്ങൾ. പലപ്പോഴും വിചാരിക്കും ഞാൻ നല്ല രീതിയിൽ നാമം ജപിക്കുന്നു, നല്ല രീതിയിൽ മറ്റുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് അത്ര പെട്ടെന്നൊന്നും ഇതൊന്നും എഫക്റ്റ് ആവില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് വിഡ്ഢിത്തരമാണ്. കാര്യം എത്രയോ വലിയ വലിയ ഋഷിവര്യന്മാർ, മുനിവര്യന്മാർക്ക് വരെ, അല്ലെങ്കിൽ വലിയ വലിയ ഭക്തർക്ക് പോലും ചില സമയങ്ങളിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ശില ഹരിദാസ് ഠാക്കൂറിനെ പോലെ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. മായാദേവി നേരിട്ട് വന്ന് ശില ഹരിദാസ് ഠാക്കൂറിനെ ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴും അദ്ദേഹം ആ ടെസ്റ്റിൽ തോറ്റില്ല, അദ്ദേഹം പാസ്സായി. കാര്യം ശില ഹരിദാസ് ഠാക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ വേറെയാണ്. 3 ലക്ഷം നാമം ജപിക്കുന്ന ശില ഹരിദാസ് ഠാക്കൂർ, അദ്ദേഹത്തിന് ഒരിക്കലും വീഴ്ച സംഭവിക്കില്ല. നാമാചാര്യ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ ശ്രീ ചൈതന്യ മഹാപ്രഭു കൊടുത്തിട്ടുള്ള പേരാണ് നാമാചാര്യ. മഹാപ്രഭുവിൻ്റെ വളരെ പ്രിയപ്പെട്ട പാർഷദനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥിതി അത്രയും വലിയ തലത്തിലാണ്. എന്നാൽ ആ ഒരു സ്റ്റേജിലൊന്നും എത്താത്തവർക്ക് വീഴ്ച സംഭവിക്കാൻ എളുപ്പമാണ്. അപ്പോൾ സാധാരണ നമ്മളെപ്പോലുള്ള ആളുടെ അവസ്ഥ എന്തായിരിക്കും? കാറ്റടിച്ചാൽ മതി വീഴാൻ. ഇപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല, ഇന്ദ്രിയങ്ങൾ, ഒരുപാട് ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്, അല്ലേ? ഈ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം നമ്മളെ വഴി തെറ്റിച്ചാൽ മതി. ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ കാറ്റ് പോലെയാണ്. അതായത് നദിയിൽ കാറ്റടിക്കുമ്പോൾ വഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നു. അതേപോലെയാണ് നമുക്ക് സംഭവിക്കുന്നത്. നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക്, നമ്മുടെ സെൻസ് ആ വഴിക്ക് പോകുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ, ജിഹ്വാര ലാലസ ആയി ഇതിയുതിദായി ശീഷ്ണോദര പാരായണ കൃഷ്ണ നഹിപ്പായി. ജിഹ്വാര ലാലസ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ ലാലസ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണെന്നുള്ളത്, അത്യാഗ്രഹം, അല്ലേ? നാവിനെ സന്തോഷിപ്പിക്കാൻ, നാവിൻ്റെ രുചിക്ക് വേണ്ടി എന്തും ചെയ്യുക. അങ്ങനെയുള്ളവരും ശീഷ്ണോ ഉദര പാരായണ, അതായത് ശീഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗിക പ്രവണത 2, പിന്നെ ഉദരം. അപ്പോൾ നാവ് ലൈംഗിക അവയവം, അതേപോലെ തന്നെ ഉദരം, ഇത് 3നെയും നമ്മൾ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാതെ അതിൻ്റെ വഴിക്ക് വിട്ടു കൊടുക്കുവാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് എന്താണ് മഹാപ്രഭു പറയുന്നത്? കൃഷ്ണൻ, അതായത് ജിഹ്വാര ലാലസായി ഈതിയുതിദായ് ശീഷ്ണോദര പാരായണ കൃഷ്ണ നഹിപ്പായ്. അങ്ങനെയുള്ളവർക്ക് കൃഷ്ണനെ കിട്ടില്ല, കൃഷ്ണൻ ലഭിക്കില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വഴിമാറി പോകുന്നു. ആ ഒരു എല്ലാവിധ നല്ല ക്വാളിറ്റീസും നമ്മളിൽ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ സംഭവിച്ചാലും ആ വ്യക്തി പിന്നീട് അത് പശ്ചാത്തപിച്ച് തിരിച്ച് വീണ്ടും വരുവാണെങ്കിൽ അവർക്ക് ഭക്തി എവിടെയാണോ അവസാനിച്ചിട്ടുള്ളത് അവിടെ മുതലാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അജാമിളനും സംഭവിക്കുന്നത് അത് തന്നെയാണ്, അല്ലേ? അജാമിളൻ ആദ്യം ചെയ്തിട്ടുള്ള ആ ഭക്തിയുദ്ധ സേവനങ്ങളും മറ്റുള്ള ഭഗവാനെ ആരാധിച്ചിരുന്നതും ഒക്കെ അദ്ദേഹത്തിന് അവസാനം ഗുണമായി. അതേപോലെ അത് ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട്, എന്തെങ്കിലും കാരണവശാല് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു വീഴ്ച സംഭവിച്ചാലും അവർക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അത് മാത്രമല്ല, അവരെ മോശമായിട്ട് കാണരുത് എന്നുള്ളത്. സാധാരണ കർമ്മികളെക്കാളും എത്രയോ മെച്ചപ്പെട്ടതാണ് അവർ.
സാധാരണ കർമ്മികൾ ലോകം മുഴുവൻ പിടിച്ചടക്കിയെന്ന് പറഞ്ഞാലും അവരൊന്നും പിടിച്ചടക്കുന്നില്ല. എന്നാൽ കുറച്ച് ഭക്തി പ്രാക്ടീസ് ചെയ്ത് വഴി പോകുന്നവരെ നമ്മൾ മോശമായിട്ട് കാണരുത്. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം, ഒരു വഴി ഭഗവാൻ തന്നെ കാണിച്ചു കൊടുക്കും, അത് ഉറപ്പാണ്. കാര്യം നമ്മൾ ഒരു പ്രാവശ്യം ഈ ഒരു പാതയിലേക്ക് ഇറങ്ങിയാൽ മതി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാൻ നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെ ഭഗവാൻ കൈവിടില്ല. പക്ഷേ കാലതാമസം ഉണ്ടാവും, അതാണ് താമസം ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ നടക്കേണ്ടത് കാലങ്ങൾ കഴിയും നടക്കാൻ, അല്ലെ? നമ്മളെപ്പോഴും പറയും ഈ ഒരു മനുഷ്യജന്മം നമ്മൾ പാഴാക്കരുതെന്ന്. കാര്യം ഇനി അടുത്തത് എന്ത് സംഭവിക്കും നമുക്കറിയില്ല. ഉള്ള സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുക, അല്ലെ? ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, വീഴ്ച സംഭവിച്ചാൽ സമയമെടുക്കും തിരിച്ചു വരാനും, പിന്നെ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും എന്നറിയില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും ആ ഒരു പെർഫെക്ഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെല്ലാവരെയും എടുക്കുകയാണെങ്കിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല ഈ ഭൗതിക ലോകത്തിൽ, അല്ലേ? നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരുപാട് ജന്മജന്മാന്തരങ്ങളായിട്ട്, കോടാനുകോടി വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ തന്നെയുണ്ട്. അപ്പോൾ എത്ര തവണ നമ്മളും ഇതുപോലെ മുന്നോട്ട് വന്ന് വീണിട്ടുണ്ടാവും, പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ടാവും, മുന്നോട്ട് വന്നിട്ടുണ്ടാവും, വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവും, പിന്നെ സമയമെടുത്ത് അങ്ങനെ അവസാനം ശിലപ്രഭുപാദിന്റെ ഫാമിലിയിലെത്തി. ശിലപ്രഭുപാദിന്റെ ഫാമിലിയിൽ എത്തിയാലും ഇവിടെ അദ്ദേഹം പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഗുരുജനങ്ങൾ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതേപോലെ സ്വീകരിച്ച് വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ സക്സസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ വീഴ്ച സംഭവിക്കാം. വീഴ്ച സംഭവിച്ചാലും ഭഗവാൻ പറയുന്ന പോലെ ഭഗവാൻ കൈവിടുന്നില്ല, പക്ഷെ റിസൾട്ട് കിട്ടാൻ സമയമെടുക്കുന്നു മാത്രം. ഇവിടെ അതാണ് പറയുന്നത്. വർണ്ണാശ്രമധർമ്മം അനുസരിച്ച് 50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ 25 മുതൽ 50 വയസ്സ് വരെയാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ സമയം. ആ സമയത്ത് മാത്രമേ കുട്ടി ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വാനപ്രസ്ഥത്തിൻ്റെ സമയമാണ്. പിന്നെ 80 വയസ്സിനപ്പുറമൊക്കെ സന്യാസത്തിൻ്റെ സമയമാണ്. പാജാമിളൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് പറയുന്നത്, അദ്ദേഹത്തിന് ആ എല്ലാവിധ കൾച്ചറും അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. കാരണം ആ സ്ത്രീയായിട്ട് സംഘം ശരിയായില്ല. സംഘം ശരിയാവാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെടുന്നു. അതാണ് പറയുന്നത്. നമുക്കുള്ള ലെസൺ അതാണ്. നമ്മുടെ സംഘം ശരിയായിരിക്കണം. ഏത് കാര്യത്തിലാണെങ്കിലും, ഭക്തിയുടെ കാര്യത്തിൽ ഭക്തിയെ നമ്മൾ പരിപോഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല സംഘം തന്നെ വേണം, നല്ല ഡിവോട്ടീസിൻ്റെ അസോസിയേഷൻ തന്നെ വേണം. അതിലും നമ്മൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അതായത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ആ ഒരു സമ്പർക്കങ്ങളും റിലേഷൻസും ഒക്കെ, അതിലൊക്കെ ഒരുപാട് സ്ട്രിക്ട്നെസ് നമ്മൾ കൊണ്ടുവരണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ല ഡിവോട്ടീസാണ്, നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ ഡീല് ചെയ്യണം. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു സമയം മാറുമ്പോൾ എന്തെങ്കിലും കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്ത അവസ്ഥയിലേക്ക്, നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അപ്പോൾ അങ്ങനെയുള്ള ചാൻസസൊക്കെ സാധ്യതകളൊക്കെ കാണുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഈ ലോകവും അങ്ങനെയാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ അങ്ങനെയാണ്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. അതെപ്പോഴും നമ്മുടെ ഗുരുജനങ്ങൾ പറയും. ഓക്കെ, ഭാഗവതത്തിലും എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ കാര്യം. 25ാമത്തെ ശ്ലോകം. സാബദ്ധ ഹൃദയസ്തസ്മിൻ അർഭഗേ കലഭാഷിണി നിരീക്ഷമാനസ്തൽ ലീലാം മുമുദേ ജരട്ടോ വൃഷാം. മുമുദേ ജരട്ടോ വൃഷം. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഹൃദയർഭഗേ കളഭാഷിണി നിരീക്ഷമാനസ്തല്ലീലാമുദേ ജരഠോ വൃഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബദ്ധഹൃദയസ്തസ്മിൻ ഭഗേ കളഭാഷിണി നിരീക്ഷണമാനസ്തല്ലീലാം മുമുദേ ജരഠോ വൃഷം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സബദ്ധഹൃദയസ്തസ്മിന്നർഭഗേ കളഭാഷിണി നിരീക്ഷമാണസ്തല്ലീലാം മുമുദേ ജഡരോ വൃഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
सा बद्धहृदयस्था अस्मिन्नर्भगे कलभाषिणी निरीक्षमाणास्तल्लीलां मुदे जदरोदृशं। हरे कृष्ण प्रभु। ഹരേ കൃഷ്ണ. സബദ്ധഹൃദയസ്തസ്മിന്നർ അർപ്പഹേ കളഭാഷിണി നിരീക്ഷമാണസ്തലീലാം മുമുദേ ജരഢോ വൃഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബദ്ധഹൃദയത്തസ്മിൻ അർഭഗേ കളഭാഷിണി നിരീക്ഷമാണസ്തല്ലീലാമുദേ ജരടോ വൃഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബദ്ധഹൃദയസ്തസ്മിൻ അർഭഗേ കലഭാഷിണി നിരീക്ഷമാണസ്തല്ലീലാം മുമുദേ ജരഢോഭൃശം. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാൾ വായിക്കൂ വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വിവർത്തനാൻ ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. കുട്ടിയുടെ കൊഞ്ചിക്കുഴഞ്ഞ സംസാരവും ഓട്ടവും ചാട്ടവും കളികളും അജാമിളനെ ആകർഷിച്ചു. അവൻ എപ്പോഴും കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധാലു ആവുകയും അവരുടെ കളിച്ചിരികളും ചെയ്തികളും ആസ്വദിക്കുകയും ചെയ്തു വന്നു. ഭാവാർത്ഥം: നാരായണൻ എന്ന ആ കുട്ടി നന്നായി സംസാരിക്കുവാനോ നടക്കാനോ പോലും കഴിയാത്ത വിധം തീരെ ചെറിയവനായിരുന്നു എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കുട്ടിയോട് വളരെ വാത്സല്യമുണ്ടായിരുന്നതിനാൽ അവന്റെ കളിച്ചിരികൾ നന്നേ ആസ്വദിച്ചിരുന്ന വൃദ്ധൻ കുട്ടിയുടെ നാമം നാരായണൻ എന്നായിരുന്നതിനാൽ എപ്പോഴും നാരായണന്റെ ദിവ്യനാമം ഉച്ചരിച്ചു. വൃദ്ധൻ യഥാർത്ഥ നാരായണനെ അല്ല ഉദ്ദേശിച്ചിരുന്നതെങ്കിലും നാരായണൻ എന്ന നാമം അത്രമേൽ ശക്തിമത്തായതിനാൽ പുത്രന്റെ നാമം ഉച്ചരിക്കുമ്പോൾ പോലും അവൻ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം. അതുകൊണ്ട് ഒരുവന്റെ മനസ്സ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കൃഷ്ണന്റെ ദിവ്യനാമത്തിൽ ആകൃഷ്ടമായാൽ തസ്മാത് കേനാവി ഉപായേ ന മന കൃഷ്ണ നിവേശയേ, അവൻ മോക്ഷത്തിന്റെ പാതയിൽ ആണെന്ന് ശ്രീല രൂപ ഗോസ്വാമി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിന്ദു സമൂഹത്തിൽ കുട്ടികൾക്ക് കൃഷ്ണദാസൻ, ഗോവിന്ദദാസൻ, നാരായണദാസൻ, വൃന്ദാവനദാസൻ തുടങ്ങിയ പേരുകൾ ഇടുന്ന പതിവുണ്ട്. അപ്രകാരം അവർക്ക് കൃഷ്ണൻ, ഗോവിന്ദൻ, നാരായണൻ, വൃന്ദാവനം തുടങ്ങിയ നാമങ്ങൾ ഉച്ചരിക്കാനും സ്വയം ശുദ്ധീകരിക്കാനും അവസരം ലഭിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെ അജാമിലന് ആ കുട്ടി, ചെറിയ കുട്ടി നാരായണൻ്റെ കളികൾ കണ്ട് ഒരുപാട് സന്തോഷം കിട്ടുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ കൂടെ കളിക്കുന്നു, അല്ലെ ചെറിയ കുട്ടികൾ സംസാരിക്കുന്ന കേൾക്കാനും അവരുടെ ഓരോ കളികളൊക്കെ കാണാൻ നല്ല രസമാണ് അല്ലേ. സാധാരണ പ്രായമായിട്ടുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും നമ്മൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ കൂട്ടത്തിൽ മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും കൊച്ചുമക്കളുടെ കൂടെ ഇരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഈവൻ മോർ ദാൻ അച്ഛനേക്കാൾ അമ്മയേക്കാൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് മുത്തശ്ശിമാരായിരിക്കും. കാര്യം അവർ ആ പ്രായം ആയതുകൊണ്ടും അവർക്ക് ഈ കുട്ടികളുടെ ഒരു കളികളൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് ആനന്ദം കിട്ടുന്നു. അജാമിളൻ്റെ പ്രായം, അജാമിളൻ മകനാണ്, പക്ഷെ അജാമിളന് മുത്തശ്ശൻ്റെ പ്രായമാണ് എന്ന് മാത്രം. അപ്പോൾ അജാമിളൻ ഈ കുട്ടിയുടെ നാരായണൻ്റെ കളികളും നാരായണൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു കുട്ടികളുടെ വളരെ മനോഹരമായിട്ടുള്ള അവരുടെ ഓരോ ചേഷ്ടകളൊക്കെ കണ്ട് അജാമിളൻ ഒരുപാട് സന്തോഷിച്ചിരിക്കുന്ന സമയമാണ്. ഒരുപാട് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അജാമിളന് നാരായണനോടുണ്ടായിരുന്നത്. അങ്ങനെ എപ്പോഴും നാരായണ നാരായണ എന്ന് അദ്ദേഹം വിളിക്കുമായിരുന്നു. വിളിക്കുന്നത് മകനെയാണ്, ഭഗവാൻ നാരായണനെ അല്ല. എന്നാലും ഇവിടെ ശിലപ്രഭുപാദി പറയുന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ ഭഗവാന്റെ തിരുനാമത്തിൻ്റെ ശക്തി അങ്ങനെയാണ്. എങ്ങനെയെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജപിച്ചാലും അതിനും ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഏവൈ കേവലം. അപ്പോൾ ഹരിനാമം അല്ലാതെ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലാതെ ഭഗവാന്റെ തിരുനാമം അല്ലാതെ നമ്മുടെ ശുദ്ധീകരണം നടക്കില്ല. ഇവിടെ അജാമിളൻ സംഭവിക്കുന്നത് അതാണ്. തസ്മാത് കേനാപി ഉപായേന മന കൃഷ്ണ നിവശയേത്. അതായത് എങ്ങനെയെങ്കിലും ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ, നമ്മൾ വിചാരിച്ചുകൊണ്ടായിരിക്കില്ല, വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതല്ലാതെ തന്നെ
ഇൻഡയറക്റ്റ്ലി എങ്കിലും നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ആ കാര്യം പോലും നമ്മളെ മുക്തിയിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നാമം ജപിക്കുന്നതിന് നാമ അപരാധത്തിൽ ജപിക്കുവാണെങ്കിലും നാമാഭാസത്തിൽ ജപിക്കുവാണെങ്കിലും, അതായത് ശുദ്ധനാമമല്ല ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അവരുടെ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതിയെ പതിയെ അവരുടെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. അങ്ങനെ ഇദ്ദേഹത്തിനും അതാണ് സംഭവിച്ചത്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനും ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. അജാമിളൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാന സമയത്ത് കുട്ടിയെ വിളിക്കുന്നത് നാരായണ നാരായണ എന്ന് വിളിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ പതിയെ പതിയെ സംഭവിക്കുന്നു. അപ്പോൾ നാരായണൻ എന്ന് അജാമിളന്റെ കുട്ടിക്ക് എങ്ങനെ പേര് വന്നു എന്നുള്ളത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും. യെസ്, ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇദ്ദേഹത്തിനെ സന്ദർശിക്കാനായിട്ട് ചില സന്യാസിമാർ വന്നു. അവരിൽ നിന്നും ഉപദേശം കൊണ്ടാണ് നാരായണൻ എന്ന പേര് കൊടുക്കാൻ കാരണം ഇദ്ദേഹം തന്നെ ഒരു മനസ്സിനൊരു വിഷമം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത് അവരോട്. അപ്പൊ അവര് പറഞ്ഞതാണ് നാരായണ കൊച്ചിന് പേരിടൂ, അപ്പൊ എല്ലാം ശരിയാവും എന്ന് പറയുന്നത്. കറക്റ്റ്. അപ്പോൾ താങ്ക് യു പ്രഭുജി. സോ അവിടെ ഒരു സമയത്ത് ഇതിൻ്റെ ഇടയിൽ എപ്പോഴും അവിടെ കുറച്ച് ഭക്തർ വരുന്നു, സന്യാസിമാർ വരുന്നു. അപ്പോൾ അവരെ സേവിക്കുന്നു. അവരെ സെർവ് ചെയ്യാൻ വേണ്ടി, സേവിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടുന്നു. ഈവൻ ആ സ്ത്രീക്കും, അതായത് അജാമിളൻ്റെ ഭാര്യയ്ക്കും സേവനം ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും, ഈ കൾച്ചറൊക്കെ ആണെങ്കിലും, അങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന ഈ സന്യാസി വര്യന്മാർ വരുന്ന സമയത്ത് അവരെ വേണ്ട രീതിയിൽ വേണ്ട സേവനങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അവർ ഹാപ്പിയായി, സാറ്റിസ്ഫൈഡായി. അപ്പോൾ അറിയാലോ, സന്യാസി അല്ലെങ്കിൽ ഭക്തർക്ക്, ശുദ്ധഭക്തർക്കൊക്കെ അവരെ നമ്മൾ സേവനം ചെയ്യുമ്പോൾ അവർ സന്തോഷമായാൽ അവരനുഗ്രഹിക്കും നമ്മളെ, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മളെ അനുഗ്രഹിക്കും, അതൊക്കെ സംഭവിക്കും. അപ്പോൾ അതേപോലെ ഇവരെയും അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇളയ കുഞ്ഞിന് നാരായണൻ എന്നുള്ള പേര് വെക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നാരായണൻ്റെ പേര് വരുന്നതും. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ലീലയുടെ ഭാഗമാണ് അല്ലേ. ഈ ഒരു കഥയിലൂടെ, ഈ ഒരു ചരിത്രത്തിലൂടെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. നാമത്തിൻ്റെ മഹാത്മ്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. കാര്യം പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ചോദ്യം അത് തന്നെയായിരുന്നു. ശ്രീല ശുകദേവ് ഗോസ്വാമിയോട്, ഇത്രയും പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും? അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ശ്രീല ശുകദേവ് ഗോസ്വാമി ഈ കഥ പറയുന്നത്. അതായത് എത്ര പാപം ചെയ്യുന്ന ഒരാൾക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട് എന്നാണ് ശ്രീല ശുകദേവ് ഗോസ്വാമി പറയുന്നത്. അതിനുള്ള മാർഗം ഈ ഒരു കഥയിലൂടെയാണ് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത്, നാമത്തിൻ്റെ മഹാത്മ്യം. ഓക്കെ, നമുക്ക് ഒരു ശ്ലോകം കൂടെ നോക്കി. ഹരേ കൃഷ്ണ പ്രഭു, അതിന്റെ കൂടെ സഹവാസം, ഭക്തന്മാരുടെ സഹവാസത്തിന്റെ പ്രാധാന്യം കൂടി പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് യെസ്, ഭക്തരുടെ സഹവാസം ഉള്ളത് കൊണ്ടാണ്. ഓഫ് കോഴ്സ് അതാണ് ഭക്തരെ അനുഗ്രഹിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ഒരു അനുഗ്രഹവും അവരുടെ സംഘം കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും, എത്ര പാപിയായിട്ടുള്ളവർക്കാണെങ്കിലും. യെസ്. സോ അടുത്ത ശ്ലോകം. താങ്ക് യു പ്രഭു. 26. ഭുഞ്ജാനാ പ്രപിബൻ കാദൻ ബാലകം സ്നേഹയന്ത്രിതഃ ഭോജയൻ പായയൻ മൂഢോ നാവേദാഗതം അന്തകം. ഹരേ കൃഷ്ണ പ്രഭു. ഭുഞ്ജാന പ്രപിബൻ ഖാദൻ ബാലകം സ്നേഹയന്ത്രിതഃ ഭോജയൻ പായയൻ മൂഢോ നവേദാഗതമന്തകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുഞ്ചാന പ്രഭിബൻ ഖാദൻ ബാലക സ്നേഹയന്ത്രിതഃ
ഭോജയൻ പായൻ മൂടൂന വേദാഗതമന്തകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഭുഞ്ജാനപ്രവിബന്ധാതം ബാലകസ്നേഹയന്ത്രികഃ ഭോജയൻ പായയൻ മൂഢോ നവേദാഗതമന്തകം. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭുജാന പ്രതിബന്ധാതൻ ബാലകസ്നേഹയന്ത്രിഗ്രഹ ഭോജയൻ പായൻ മൂടോ ന വേദാഗതം അന്തകം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കുഞ്ചാന പ്രവിഭൻ ഖാദൻ ബാലകം സ്നേഹയന്ത്രിതഃ ഭോജയൻ പായൻ മൂഢോ ന വേദാഗതമന്തകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, ആരെങ്കിലും ഒരാൾ വിവർത്തനം ആവർത്തനം ബാക്കി പുസ്തകമുള്ളവർ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കട്ടെ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അജാമിളൻ ആഹാരം ചവയ്ക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും എല്ലാം ബാലകനെയും ഭക്ഷിക്കാനും പാനം ചെയ്യാനും വിളിച്ചു. എപ്പോഴും അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നാരായണൻ എന്ന അവന്റെ പേരെ വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അജാമിളനെ തന്റെ സമയം അവസാനിച്ചെന്നും തനിക്കുമീതെ മരണം വന്നെത്തിയെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭാവാർത്ഥം. പരമദിവ്യത്വം പുരുഷനായ ഭഗവാനെ ബദ്ധാത്മാവിനോട് അങ്ങേയറ്റം ദയുണ്ട്. ഈ മനുഷ്യൻ നാരായണനെ പൂർണ്ണമായി മറന്നെങ്കിലും എപ്പോഴും അവന്റെ കുട്ടിയെ വിളിച്ച് നാരായണ നീ ദയവായി വന്ന് ഈ ഭക്ഷണം കഴിക്കുക, നാരായണ ദയവായി വന്ന് ഈ പാൽ കുടിക്കുക എന്നിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവന് നാരായണൻ എന്ന നാമത്തിനോട് മമത ഉണ്ടായിത്തീർന്നു. ഇതിനെ അജ്ഞാത സുഹൃതി എന്ന് വിളിക്കുന്നു. പുത്രനെയാണ് വിളിക്കുന്നതെങ്കിലും അവൻ അറിയാതെ തന്നെ നാരായണ നാമം ജപിക്കുകയായിരുന്നു. പരമദിവ്യത്വം പുരുഷനായ ഭഗവാന്റെ ദിവ്യനാമം അത്രയേറെ അതീന്ദ്രിയ ശക്തി ഉള്ളതാകയാൽ അവന്റെ ജപം എണ്ണപ്പെടുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, അജാമിളൻ അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടനെ മകനെ വിളിക്കും, നാരായണ ഇവിടെ വരൂ, ഭക്ഷണം കഴിക്കൂ. എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ പാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടിക്കുന്ന സമയമാണെങ്കിൽ നാരായണ ഇവിടെ വരൂ, ഇത് കഴിക്കൂ, ഇത് കുടിക്കൂ. ഓരോ സമയത്തും നാരായണ അങ്ങനെ ചെയ്യൂ, നാരായണ ഇവിടെ വരൂ, അവിടെ പോവൂ. ഇതെങ്ങനെ നാരായണ 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 എന്ന് അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് ഇവിടെ പറയുന്നു, ശില പ്രഭുപാദ് അജ്ഞാത സുകൃതി ആണ് കിട്ടുന്നത്. അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല നാരായണ നാമം ജപിക്കുന്നത്, പക്ഷേ മകനെ വിളിക്കുന്ന കൂട്ടത്തിൽ വിളിക്കുന്നു, പക്ഷെ നാമം ജപിക്കുന്നു. എന്നാലും ഭഗവാൻ അത് ആ അജാമിളൻ്റെ അക്കൗണ്ടിൽ അത് കൂട്ടി. അജാമിളൻ്റെ സ്പിരിച്വൽ അക്കൗണ്ടിൽ നാരായണൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹം കൂട്ടുന്നു. അതാണ് പറയുന്നത്. അത് അത്രയും ശക്തിയാണ് ഹരിനാമത്തിനുള്ളത്. നമ്മൾ തമാശയ്ക്കാണെങ്കിലും, അല്ല ആ ശ്ലോകം വരും ഇനി മുന്നോട്ട്, തമാശയ്ക്കാണെങ്കിലും കളിയാക്കുന്ന രീതിയിലാണെങ്കിലും പരിഹാസത്തിലാണെങ്കിലും നമ്മൾ നാമം ജപിക്കുവാണെങ്കിലും ഭഗവാന്റെ തിരുനാമം ജപിച്ചാലും അതിനും ശക്തിയുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം അങ്ങനെ നമ്മൾ ചെയ്യണമെന്നല്ല പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്കും അജ്ഞാത സുഹൃത്തി കിട്ടുന്നു. ഇപ്പോൾ അജാമിളിന് സംഭവിച്ച പോലെ അജ്ഞാത സുഹൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ സുഹൃത്തി കിട്ടുവാണ്. ഭഗവാന്റെ കാരുണ്യമാണ്. ഇവിടെ അദ്ദേഹത്തിനും സംഭവിക്കുന്നത് അത് തന്നെയാണ്. നാരായണൻ എന്ന് മകനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ അക്കൗണ്ടിൽ ആ ക്രെഡിറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഒരു ശ്ലോകം കൂടെ നോക്കി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ പറയുന്നു അങ്ങനെ കാലം കുറേ പോയി, കുറേ സമയം അങ്ങനെ നഷ്ടപ്പെട്ടു. അജാമിളന് മരിക്കാനുള്ള സമയമായി എന്ന് പോലും അദ്ദേഹം അറിഞ്ഞില്ല. അത്ര കാലം, അതായത് ഒന്നാമത് പ്രായമായിട്ടാണ് കുട്ടി ഉണ്ടാവുന്നത്. എപ്പോഴും മകനെ വിളിക്കും, മകനെ അടുത്തിരിക്കും, മകൻ്റെ കളികൾ കാണും. അപ്പോൾ അത് അങ്ങനെ ഇരുന്നിരുന്ന് അദ്ദേഹം മരിക്കാറായി എന്നുള്ളൊരു ബോധം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇനി എന്ത് സംഭവിക്കുന്നു? 27ാമത്തെ ശ്ലോകം. സ ഏവം വർത്തമാനോജ്ഞോ മൃത്യു കാല ഉപസ്ഥിതേ മതിം ചകാര തന്യേ ബാലേ നാരായണാദ്വയേ. ഹരേ കൃഷ്ണ. സയേവം വർത്തമാനോജ്ഞോ
മൃത്യുകാല ഉപസ്ഥിതേ മതിം ചകാരതനയേ ബാലേ നാരായണ ക്വയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ സ കൃഷ്ണ. ഏവം വർത്തമാനോജ്ഞോ മൃത്യുകാല ഉപസ്ഥിതേ മതിം ചകാര തനയേ ബാലേ നാരായണ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. സ ഏവം വർത്തമാനോജ്ഞോ മൃത്യുകാല ഉപസ്ഥിതേ മതിം ചകാര തനയേ ബാലേ നാരായണ ഹുയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ ഏവം വർത്തമാനോജ്ഞോ മൃത്യുകാല ഉപസ്ഥിതേ മതിം ചകാര തനയേ ബാലേ നാരായണ ഹ്വയേ. ഹരേ കൃഷ്ണ. സ ഏവം വർത്തമാനോജ്ഞോ മൃത്യുകാല ഉപസ്ഥിതേ മതിം ചകാരതനയേ ബാലേ നാരായണ ഹ്വയേ. ഹരേ കൃഷ്ണ. ഓക്കെ, ആരെങ്കിലും വായിക്കൂ. ആവർത്തനം വിവർത്തനം പുസ്തകമുള്ളവർ വായിക്കും. ഹരേ കൃഷ്ണ. വായിക്കട്ടെ. വൃദ്ധൻ പാർത്തുമ്പൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. വിഡ്ഢിയായ അജാമിളൻ തന്റെ മരണസമയം അടുത്തപ്പോൾ സ്വന്തം പുത്രൻ നാരായണനെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ ആരംഭിച്ചു. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതം 2-ാം സ്കന്ധത്തിൽ ശുകദേവ് ഗോസ്വാമി പറയുന്നു, ഏതാവാൻ സാഖ്യ യോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയാ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ജീവിതാന്ത്യത്തിൽ പരമദിവ്യത്വ പുരുഷനായ ഭഗവാനെ സ്മരിക്കുക എന്നതാണ് പദാർത്ഥത്തെയും ആത്മാവിനെയും കുറിച്ചുള്ള പരിപൂർണ ജ്ഞാനത്തിലൂടെയോ നിഗൂഢ യോഗത്തിലൂടെയോ തൊഴിൽപരമായ ധർമ്മത്തിന്റെ പരിപൂർണ നിർവഹണത്തിലൂടെയോ ആർജിക്കാവുന്ന മനുഷ്യജീവിതത്തിന്റെ അത്യുന്നത പരിപൂർണത. അജാമിളൻ മരണസമയത്ത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബോധത്തോടെയോ അബോധത്തോടെയോ നാരായണന്റെ നാമം ജപിച്ചു. അന്തേ നാരായണ സ്മൃതി. അപ്രകാരം മനസ്സ് നാരായണിൽ ഏകാഗ്രമാക്കിയതിലൂടെ അവൻ എല്ലാ പരിപൂർണതകളും തികഞ്ഞവനായി തീർന്നു. ബ്രാഹ്മണപുത്രനായിരുന്ന അജാമിളൻ അവന്റെ യൗവനകാലത്ത് നാരായണ ആരാധന പരിചയിച്ചിരുന്നതായും നിർണയിക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ ബ്രാഹ്മണ ഗൃഹങ്ങളിലും നാരായണ വിഗ്രഹാരാധന ഉണ്ട്. ഈ സമ്പ്രദായം ഇന്നും ഇന്ത്യയിൽ നിലവിലുണ്ട്. കർക്കശക്കാരനായ ഒരു ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ നാരായണ സേവ, നാരായണ ആരാധന ഉണ്ട്. പാപിയായ അജാമിളൻ തന്റെ പുത്രനെയാണ് വിളിച്ചിരുന്നതെങ്കിലും മനസ്സിനെ നാരായണന്റെ ദിവ്യനാമത്തിൽ ഏകാഗ്രമാക്കിയതിലൂടെ അവൻ യൗവനകാലത്ത് വളരെ വിശ്വാസപൂർവ്വം ആരാധിക്കുന്ന നാരായണനെ സ്മരിച്ചു. ഇക്കാര്യത്തിൽ ശ്രീല ശ്രീധരസ്വാമി അദ്ദേഹത്തിന്റെ വിധി താഴെ കൊടുത്തിട്ടുള്ളതുപോലെ പ്രകടമാക്കുന്നു. ഏതച്ച തദ് ഉപലാളനാദി ശ്രീനാരായണ നാമോച്ചാരണ മഹാത്മേന തദ് ഭക്തിർ ഏവാഭൂത് ഇതി സിദ്ധാന്തോ ഉപയോഗിത്വേനാഭി ദ്രഷ്ട്യം. അജാമിളൻ അവന്റെ പുത്രൻ നാരായണന്റെ നാമം നിരന്തരം ഉച്ചരിച്ചത് മൂലം ഭക്തി എന്തെന്ന് അറിയില്ലെങ്കിലും അവൻ ഭക്തിയുടെ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടുവെന്ന് ഭക്തി സിദ്ധാന്ത പ്രകാരം വിശദീകരിക്കാവുന്നതാണ്. അതുപോലെ ശ്രീ വീര രാഘവാചാര്യർ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു. ഏവം വർത്തമാനഃ സ ദ്വിജ മൃത്യുകാലേ ഉപസ്ഥിതേ സത്യജ്ഞോ നാരായണാഖ്യേ പുത്ര ഏവ മതിം ചകാര മതിം ആസക്താം അകരോത് ഇതി അർത്ഥഃ. മരണസമയത്ത് സ്വന്തം പുത്രന്റെ നാമമാണ് ഉച്ചരിച്ചിരുന്നതെങ്കിലും അവൻ ആ മനസ്സ് നാരായണന്റെ ദിവ്യനാമത്തിൽ കേന്ദ്രീകരിച്ചിരുന്നു. ശ്രീ വിജയധ്വജ തീർത്ഥരും ഇതുപോലെ ഒരു ഉദാഹരണം നൽകുന്നു. മൃത്യുകാലേ ദേഹവിയോഗ ലക്ഷണകാലേ മൃത്യോഹ സർവദോഷ പാപഹരസ്യ ഹരേർ അനുഗ്രഹാത് കാലേ ദത്തജ്ഞാന ലക്ഷണേ ഉപസ്ഥിതേ ഹൃദി പ്രകാശിതേ തനയേ പൂർണ്ണജ്ഞാനേ ബാലേ പഞ്ചവർഷകൽപേ പ്രാദേശ മാത്രേ നാരായണാഹ്വയേ മൂർത്തി വിശേഷേ മതിം സ്മരണ സമർത്ഥം ചിത്തം ചകാര ഭക്ത്യാസ്മരാത് ഇതി അർത്ഥഃ. അജാമിളൻ മരണസമയത്ത് പ്രത്യക്ഷമായോ പരോക്ഷമായോ നാരായണനെ സ്മരിച്ചു. അന്തേ നാരായണ സ്മൃതി. ഹരേ കൃഷ്ണ. താങ്ക് യു. അജാമിളൻ അങ്ങനെ മരിക്കാനുള്ള സമയമായി അല്ലേ? മകനെക്കുറിച്ച് ഓർത്തിരിക്കുന്ന സമയം, എപ്പോഴും മകനെക്കുറിച്ച് ഓർക്കും, എപ്പോഴും മകനെ വിളിക്കും നാരായണ നാരായണ എന്നുള്ളത്. ഇവിടെ ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ശുകദേവ് ഗോസ്വാമി പറഞ്ഞിട്ടുള്ളത് 2:1-6 പറഞ്ഞിട്ടുള്ളത് ജന്മലാഭ പരാപംസ അന്തേ നാരായണ സ്മൃതി. അതെ, സ്മൃതി. അപ്പോൾ ഒരു വ്യക്തിയുടെ അവസാനത്തെ പരീക്ഷയാണ് മരണം അല്ലേ? അപ്പോൾ ആ മരണസമയത്ത് ഭഗവാനെ ഓർക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഉണ്ടാവുന്നത്? ഭഗവാൻ പറയുന്ന പോലെ അന്തകാലിച്ച മാമേവം സ്മരൺ മുക്ത്വ കലേവരം
ഭഗവാൻ പറയുന്നു, ആരാണ് എന്നെ ഓർക്കുന്നത് മരണസമയത്ത് അവരെ ഞാൻ കൊണ്ടുപോകും എൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഭഗവാൻ ഉറപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വ്യക്തിയുടെ അവസാന സമയത്തുള്ള ആ പരീക്ഷ പാസ്സാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. ആ കാര്യം ഇവിടെ സംഭവിക്കുന്നു. ആർക്ക്? അജാമിളൻ വിചാരിച്ചിട്ടോ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യുന്നല്ലെങ്കിൽ പോലും ഭഗവാന്റെ കാരുണ്യമാണിത്. അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പറയുന്നു, മകന്റെ പേര് ചൊല്ലി അദ്ദേഹത്തിന്റെ ശുദ്ധീകരണം നടക്കുന്നു. പിന്നീട് ശിലപ്രഭാജി ഒരു പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പകാലത്ത് അജാമിളൻ നല്ല രീതിയിൽ നാരായണ സേവ ചെയ്തിട്ടുണ്ട്. നാരായണശില അല്ലെ, നാരായണശിലയും മറ്റുള്ള നാരായണ സേവയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ബ്രാഹ്മണനായിട്ട് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെ സഹായിച്ചു. അതുമാത്രമല്ല, അന്ന് ചെയ്തിട്ടുള്ളത് ഈ സമയത്ത് മരണസമയത്ത് മകനെ വിളിക്കുന്നു, മകന്റെ പേര് നാരായണനാണ് എന്നുണ്ടെങ്കിൽ പോലും ആ സിലബൽ അല്ലെങ്കിൽ ആ നാമത്തിൽ, നാരായണ എന്നുള്ള നാമത്തിൽ അദ്ദേഹത്തിന് അട്രാക്ഷൻ തോന്നി തുടങ്ങി. അതാണ് പറയുന്നത്. ഏത് ഉദ്ദേശത്തോടു കൂടി വിളിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ ആ നാമത്തോട് അദ്ദേഹത്തിന് അറ്റാച്ച്മെന്റ് വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഗതി നല്ല ഗതിയായി മാറുന്നു. അതാണ് പറയുന്നത്. ഇവിടെ ശീല ശ്രീധർ സ്വാമിയുടെ കമന്ററിയിൽ നിന്ന് ശിലപ്രഭുപാദ് പറയുന്നു. അതേപോലെ വീരരാഘവ ആചാര്യ അദ്ദേഹം പറയുന്നു. പിന്നെ ശീല വിജയധ്വജ തീർത്ഥ അദ്ദേഹം പറയുന്നു. ഇവരെല്ലാവരുടെയും കൺക്ലൂഷൻ എന്താണ്? ശിലപ്രഭുപാദിന്റെ കൺക്ലൂഷൻ എന്താണ്? അദ്ദേഹം അറിഞ്ഞും അറിയാതെയൊക്കെ നാരായണന്റെ നാമം ജപിച്ചു. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് ഭക്തിയുടെ തലത്തിലേക്ക് ഉയരുവാൻ സാധിച്ചു നാരായണ നാമത്തിന്റെ ശക്തി കൊണ്ട്. അപ്പോൾ ഇൻഡയറക്ട്ലി അദ്ദേഹം, ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ എങ്ങനെയോ അദ്ദേഹം ചെയ്തു. പക്ഷേ അത് അദ്ദേഹത്തിന് ഗുണകരമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് നാരായണ നാമത്തിൽ കോൺസെൻട്രേഷൻ കുറച്ച് കിട്ടുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്. വിളിക്കുന്നത് ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ആ നാമത്തിനോടുള്ള ഒരു, അതാണ് പറയുന്നത്. നമുക്ക് തന്നെ ചില പേരുകൾ നമ്മൾ വിളിക്കുമ്പോൾ ആ പേര് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പേരാണ് വിളിക്കുന്നത്. സാധാരണ ഒരു പേര് വിളിക്കുകയായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള ആരാണെങ്കിൽ അവരെ വിളിക്കുകയാണെങ്കിലും ആ പേര് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക, അത് സ്ട്രോങ് ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ ആ പേര് നമ്മളെപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. അതേപോലെ അജാമിളന്റെ അവസ്ഥ അതായിരുന്നു. നാരായണൻ എന്നുള്ള സിലബൽ ഭഗവാനെ ഓർത്തുകൊണ്ട് ഓ നാരായണ കൃഷ്ണ എന്ന് വിളിക്കുന്നല്ലെങ്കിൽ പോലും ആ നാമം അത്രയും ശക്തിയുള്ളതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിന് ഒരുപാട് പ്രഭാവം കൊണ്ടുവന്നു. നാമത്തിൽ അദ്ദേഹത്തിന് ചെറിയ ശ്രദ്ധ വന്നു. അപ്പോൾ ആ ഒരു കാര്യം അദ്ദേഹത്തെ സഹായിച്ചു എന്നാണ് ഇവിടെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് അവസാനം അദ്ദേഹത്തിന് നല്ല സംഭവം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ലത് സംഭവിച്ചു. അന്തേ നാരായണ സ്മൃതി. അപ്പോൾ ഇൻഡയറക്ട്ലി അതാണ് പറയുന്നത്, പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ എങ്ങനെയോ അജാമിളൻ നാരായണനെ ഓർക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെയോ നാരായണനുമായിട്ട് ഭഗവാനെ വിളിക്കുന്നു. അത് അദ്ദേഹത്തിന് സഹായകരമായി അല്ലേ. പിന്നീട് ഇനി എന്തുണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുണ്ടെങ്കിലും ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, 27ാമത്തെ ശ്ലോകം വരെ നമ്മൾ ചർച്ച ചെയ്തു. 28 മുതൽ അടുത്ത പ്രാവശ്യം നോക്കാം. ग्रंथराज श्रीमद् भागवतम की जय. जगद्गुरु श्रील प्रभुपाद की जय. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानं पावनेभ्यो वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णववृंद की जय. श्रील प्रभुपाद की जय. समवेत गौर भक्तवृंद की जय. इस्कॉन गुरुवृंद की जय. गौड़ी गुरुवृंद की जय. निताय गौर प्रेमानंद. हरे कृष्ण. जय जय श्री राधेश्याम.